الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമ്മൾ ഇന്നലെ സൂറത്തുൽ അൻഫാലിലെ 58-59 ശേഷങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ആ ആയത്തുകളുടെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസും ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ആ ആയത്ത് കണ്ടു തന്നെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإما تخافن من قوم خيانة فانبذ إليهم على سواء. إن الله لا يحب الخائنين. ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون. وإما تخافن من قوم خيانة. കരാറിലേർപ്പെട്ട ഒരു ജനത ചതിക്കുമെന്ന് താങ്കൾ ഭയപ്പെട്ടാൽ ഫംബിദ് ഇലൈഹിം അലാ സവാ, തുല്യമായ മട്ടിൽ അവരിലേക്ക് ആ കരാറിനെ എറിയുക, അഥവാ കരാർ ലംഘനം അവരെ അറിയിക്കുക. അവർ കരാർ ലംഘിച്ചിട്ടുണ്ട്, ആയതിനാൽ കരാർ നിലവിലില്ലെന്നുള്ള വിവരം അവരെ ബോധ്യപ്പെടുത്തുക. ആണ് ഫംബിദ് ഇലൈഹിം അലാ സവാ. ഇരു കക്ഷികളും അറിയും മട്ടിൽ എന്നാണ് പരിഭാഷകളിലൊക്കെ അതിൻ്റെ അർത്ഥം കാണുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബുൽ ഖാഇനീൻ, വഞ്ചിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. വലാ യഹ്സബന്നല്ലദീന കഫറു, കാഫിറുകൾ വിചാരിക്കേണ്ടതില്ല, സബഖു, അവർ ജയിച്ചു എന്ന്. നേരെ മറിച്ച് വലാ തഹ്സബന്ന എന്നൊരു പാരായണമുണ്ട് ഇവിടെ. വലാ തഹ്സബന്നല്ലദീന കഫറു, കാഫിറുകൾ ജയിച്ചു എന്ന് താങ്കൾ വിചാരിക്കേണ്ടതില്ല. കഫറു. വലാ യഹ്സബന്ന എന്നും വലാ തഹ്സബന്ന എന്നും ഖിറാഅത്തുണ്ട്. വലാ യഹ്സബന്നല്ലദീന കഫറു, നിഷേധിച്ചവർ വിചാരിക്കേണ്ടതില്ല, സബഖു, അവർ വിജയിച്ചു എന്ന്. ഇന്നഹും ലാ യുഅ്ജിസൂൻ, അവർക്ക് പരാജയപ്പെടുത്താൻ സാധ്യമല്ല, അവർക്ക് അശക്തരാക്കാൻ സാധ്യമല്ല. ഇപ്പം കരാർ പാലനമാണ് വിഷയം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് സംഘങ്ങൾക്കിടയിൽ കരാറുണ്ടായ, രണ്ട് വ്യക്തികൾക്കിടയിലും കരാറ് ഉണ്ടായാൽ അത് വഞ്ചിക്കാൻ പാടില്ല. കരാർ ലംഘനം നമുക്കറിയാലോ, വലിയ പാപമാണ്. സൂറത്ത് ഇസ്രായിൽ വഔഫു ബിൽ അഹ്ദി, കരാറ് പൂർത്തിയാക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് സൂറത്ത് ഇസ്രായിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്. ഇത് വ്യക്തികൾക്ക് ബാധകമാണ്, കുടുംബത്തിന് ബാധകമാണ്, സംഘങ്ങൾക്കും സംഘടനകൾക്കും ബാധകമാണ്, സമുദായത്തിന് ബാധകമാണ്, രാജ്യങ്ങൾക്ക് ബാധകമാണ് കരാർ. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തഖുൻ മൻ ഖാനക, നിന്നെ ഒരാൾ വഞ്ചിച്ചു എന്ന് വെച്ചിട്ട് തിരിച്ചു വഞ്ചിക്കരുത്. വഞ്ചിക്കുന്നതിന് ഫലം വഞ്ചനയിലൂടെ തന്നെ തിരിച്ചടി കൊടുക്കലല്ല, അത് പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസത്തുൻ, 3 കാര്യങ്ങൾ, അൽ മുസ്ലിമു വൽ കാഫിറു ഫീഹിന്ന സവ, മുസ്ലിം ആയാലും നിഷേധിയായാലും സമമാണ് ആ വിഷയം. ഒന്ന്, മൻ അഹദ ഫവഫി ബി അഹദിഹി മുസ്ലിമൻ കാന ഔ കാഫിറൻ, ഒരാളുമായി നീ കരാർ ചെയ്താൽ വഫി ബി അഹദിഹി, അതിനെ പൂർത്തിയാക്കണം. മുസ്ലിമൻ കാന ഔ കാഫിറൻ, കാഫിറായാലും മുസ്ലിമായാലും കരാർ ചെയ്താൽ ആരോടായാലും അത് പാലിച്ചിരിക്കണം. ഫൈന്നമൽ അഹദു ലില്ലാഹ്, യഥാർത്ഥത്തിൽ ആ കരാർ അള്ളാഹുമായിട്ടാണ് ചെയ്യുന്നത്. വമൻ കാനത്ത് ബൈനക വ ബൈനഹു റഹിമുൻ ഫസ്വിൽഹ മുസ്ലിമൻ കാന ഔ കാഫിറൻ, കുടുംബബന്ധമുണ്ടായി മുസ്ലിമും കാഫിറും തമ്മിൽ, ആ കുടുംബബന്ധം പാലിക്കണം. മുസ്ലിമായാലും കാഫിറായാലും പാലിക്കണം. കുടുംബം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, വാപ്പ ഇസ്ലാം സ്വീകരിച്ചു, മകൻ സ്വീകരിച്ചിട്ടില്ല, മകൻ സ്വീകരിച്ച് വാപ്പ സ്വീകരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കുടുംബ വിഷയങ്ങൾ വരും.
ആ കുടുംബ ബന്ധം പാലിക്കൽ നിർബന്ധമാണ്. വമൻകാനത്ത് അത് മുസ്ലിമായിരുന്നാലും നിഷേധിയായിരുന്നാലും. വമൻ ഇഅ്തമനക അലാ അമാനത്തിൻ, ഒരു കാര്യം നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഫഅദ്ദിഹാ ഇലൈഹി മുസ്ലിമൻ കാന ഔ കാഫിർ, അത് തിരിച്ച് ഏൽപ്പിക്കണം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ ഇതിലൊന്നും ഒരു ചതിയും വഞ്ചനയൊന്നും പാടില്ല. അത് മുസ്ലിമാണോ നിഷേധിയാണോ ദൈവമില്ലെന്ന് വാദിക്കുന്നവനാണ്, അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഈ വക കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. മറ്റൊരു സംഭവത്തിൽ, ഇത് ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു യുദ്ധത്തിൽ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സൈന്യവുമായി ഒരു കോട്ട ഉപരോധിച്ചു. ഒരു കോട്ടയുടെ അടുത്ത് നിൽക്കുകയാണ് പട്ടണത്ത്. അപ്പോൾ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ ചെയ്യുക, അദ്ദേഹം ഏതെങ്കിലും സൈന്യ നടപടിക്ക് എതിർ സംഘം ഒരുങ്ങുന്നുണ്ടെന്നറിഞ്ഞാൽ ആ പട്ടണത്തിൻ്റെ സാധാരണ കോട്ട ചുറ്റും മതിൽ കെട്ടിയിട്ട് അതിനകത്താണ് ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ സൈന്യ ഭീഷണി നേരിടുന്ന സംഘങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഭാഷണം നടത്തും. അതിൽ അള്ളാഹുവിലേക്കുള്ള തൗഹീദിൻ്റെ പ്രഭാഷണം ഉണ്ടാകും, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ പരിചയപ്പെടുത്തും. അതോടൊപ്പം കരാർ അവസാനിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കരാർ ലംഘനം ഭയപ്പെടുമ്പോൾ അവർ ചതിക്കുമെന്ന് കരുതുമ്പോഴാണ് ഇത്തരത്തിൽ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി ഒക്കെ ചെയ്തിരുന്നത്. അവിടെ ചെന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുക, അല്ലാതെ ചതിയിലൂടെ ആക്രമിച്ച് പരാജയപ്പെടുത്തുകയല്ല ചെയ്തിരുന്നത്. ഇതേമാതിരി മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മുആവിയ നമുക്കറിയാലോ, ഇസ്ലാമിക ഖിലാഫത്ത് രാജാധിപത്യത്തിലേക്ക് വഴിമാറിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് റോമ അതിർത്തിയിൽ റോമക്കാരുമായിട്ടൊരു യുദ്ധമില്ലാ കരാറുണ്ടായിരുന്നു. അപ്പോൾ കരാർ അവസാനിക്കുക 2 വർഷത്തേക്ക് 1 വർഷത്തേക്ക് 6 മാസത്തേക്ക് കരാർ അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം പോയിട്ട് അവിടെ സൈനിക വിന്യാസം നടത്തുക. എന്നാൽ കരാർ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുകയാണെങ്കിൽ 12:01 കടന്നാക്രമിക്കുക. ഇത് ചെയ്യാൻ പാടില്ലാത്ത അവരെ ബോധ്യപ്പെടുത്തണം, അവരെ അറിയിക്കണം. അങ്ങനെ മുആവിയയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം റോമ അതിർത്തിയിൽ നടക്കുന്നുണ്ടെന്ന ബോധ്യം വന്നപ്പോൾ സേനാധിപതിയായിരുന്ന നായകനായിരുന്ന അമ്രുബിനുൽ അംബസ അദ്ദേഹം സൈന്യ നായകനാണ്. മുആവിയ ഭരണാധികാരിയാണ്, സൈന്യ നായകൻ അതിനെതിർത്തു. ഇത് ശരിയല്ല, ഇത് ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. കരാർ അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സൈന്യ നീക്കം നടത്തുക എന്നുള്ളത് തന്നെ ഇസ്ലാമിൻ്റെ ചൈതന്യത്തോട് നിരക്കാത്തതാണ്. പിന്നെ അവരെ അറിയിക്കണം കരാർ നിലവിലില്ല ഇപ്പോൾ, അതിനു ശേഷമല്ലാതെ നമ്മൾ അവരെ ആക്രമിക്കുന്നത് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിയമങ്ങൾക്ക് എതിരാണ് എന്ന് അംറുബ്നു അംബസ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തിയ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഭരണാധികാരി സൈന്യനായകൻ്റെ ഉപദേശം സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഇസ്ലാമിക നിയമത്തിന് എതിര് നിൽക്കാൻ വയ്യ. എത്രത്തോളം അവർ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇസ്ലാമിക ഖിലാഫത്തിനെ രാജാധിപത്യത്തിലേക്ക് കൊണ്ടുപോയവരാണെങ്കിലും ഖുർആനിനെ നേർക്കുനേരെ അങ്ങോട്ട് കേട്ടപ്പോൾ അയാൾക്ക് അതിനെതിരെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇത് വ്യക്തികൾ, ഇനി നമ്മൾ 2 പേരൊരു കരാർ ചെയ്തു, സാമ്പത്തിക കരാറാകാം, എനിക്ക് 1,00,000 രൂപ തരണം, എനിക്ക് ഞാൻ ഈ ഒരു സാധനം തരാം, ഒരു 15 ദിവസത്തെ ഇടയിൽ നിനക്ക് ഉണ്ടാവുമല്ലോ. ഭൂമി വിൽക്കുമ്പോൾ കരാറല്ലേ, ശരിക്കും ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതൊരു കരാറാണല്ലോ. നമ്മൾ കരാർ എഴുതുകയും ചെയ്യും, അത് പാലിച്ചിരിക്കണം. ഒരു നിലക്കും പാലിക്കാൻ സാധ്യമാകാതെ വരികയാണെങ്കിൽ 2 കക്ഷികളും അറിഞ്ഞുകൊണ്ട് വേണം അതിൽ നിന്ന് പിന്മാറാൻ. ഉഭയകക്ഷി സമ്മതത്തോടു കൂടി വേണം. അതൊക്കെയാണ് നമുക്ക് ഈ യുദ്ധ സന്ദർഭത്തിൽ ഇങ്ങനെയാണെങ്കിൽ സമാധാന കാലത്ത് പറയേണ്ടതില്ലല്ലോ. അതാണ് നമ്മൾ ഇതിൽ ആയത്തിൽ നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ചതി വഞ്ചന ഒന്നും അല്ലാതെ ചതിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ വരുന്ന വെള്ളിയാഴ്ച അങ്ങോട്ട് തരട്ടിൽ 10,000 ഉറുപ്പിയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് ചിലപ്പോഴേ അല്ലേ. വരുന്ന വെള്ളിയാഴ്ച തരും, ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു 2 വെള്ളിയാഴ്ച കഴിഞ്ഞു, പിന്നെ അവനെ കണ്ടാൽ ഓൻ എന്ത് ചെയ്യും, നേർക്ക് നേരെ വരാതെ വേറെ കൊടുത്താലും വാങ്ങിയാലും ഒക്കെ അങ്ങനെ ചെയ്യുക ആൾക്കാർ. നിസ്സാരമായൊരു കാര്യത്തിന് ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിന് സാധ്യമാകാതെയൊക്കെ വരും. അതെന്ത് വേണം, മറ്റേ കക്ഷിനെ പോയി സമ്മതിപ്പിക്കണം. അതാണ് അതിൻ്റെ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഒരു ചെറിയ കാര്യമാണ്, ഇതുപോലെ ഒരുപാട് വിഷയത്തിൽ നമ്മളത് പരിഗണിക്കേണ്ടതുണ്ട്.
പിന്നെ അതിൽ പറഞ്ഞു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ, വഞ്ചകരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ മുസ്ലിമായി മോമിയായൊക്കെ ജീവിക്കുന്നതിന് അള്ളാഹ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. വഞ്ചിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ആ വഞ്ചിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഇഷ്ടമല്ല, എല്ലാ കാര്യത്തിലും ഇഷ്ടമല്ലാതായിപ്പോകും. ജീവിതത്തിൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന സൂക്തങ്ങൾ വരുമ്പോൾ അവിടെ ആരെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് അൽ-ബഖറയിൽ നമ്മൾ പഠിച്ചു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ ഒക്കെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അള്ളാഹുവിന് നിയമലംഘകരെ ഇഷ്ടമല്ല, പരിധി വിടുന്നവരെ ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ് ഇഷ്ടമല്ല, സ്വൈര ജീവിതം നഷ്ടപ്പെടുന്ന വിധത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്, നാശമുണ്ടാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിറുകളെ ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, കൊടും കുറ്റവാളിയായ നന്ദി കെട്ടവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഒക്കെ പല തരത്തിൽ ഖുർആൻ ഉണർത്തിയിട്ടുള്ളതാണ്. അതേമാതിരി അള്ളാഹുവിന് ഇഷ്ടമാണ് തന്നെ കുറേ സംഗതികളുണ്ടല്ലോ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ ആരൊക്കെ, അവിടെ അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അത് പ്രവർത്തിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. വലാ യഹ്സബന്നല്ലദീന കഫറു സബഖു, കാഫറുകൾ വിചാരിക്കരുത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന്. ഇന്നഹും ലാ യുഅ്ജിസൂൻ, അവർക്ക് ഇസ്ലാമിക സംഘത്തെ, അള്ളാഹുവിനെ, പ്രവാചകനെ, ഇസ്ലാമിക സംഘത്തെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനത്തൻ, ഒരു സമുദായത്തിൽ നിന്ന് വഞ്ചന ഭയപ്പെട്ടാൽ, താങ്കൾ വഞ്ചന ഭയപ്പെട്ടാൽ, ഫംബിദ് ഇലൈഹിം അലാ സവാ, അവർക്ക് അതിനെ എറിഞ്ഞു കൊടുക്കുക. അതായത് ഇരു കക്ഷികളും അറിയുന്ന മട്ടിൽ തുല്യമായ വിധത്തിൽ അതിനെ പരിഗണിക്കുക, അവരെ അറിയിക്കുക എന്ന് ചുരുക്കം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ, അല്ലാഹു വഞ്ചകരെ ഇഷ്ടപ്പെടുന്നില്ല. വലാ യഹ്സബന്നല്ലദീന കഫറു സബഖു, കാഫിറുകൾ വിചാരിക്കരുത് സബഖു അവർ ജയിച്ചിട്ടുണ്ടെന്ന്. ഇന്നഹും ലാ യുഅ്ജിസൂൻ, അവർക്ക് പരാജയപ്പെടുത്തുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.